ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഡബിങ് കാർണിവൽ. അപ്പം നമ്മൾ ഈ ഡ്രാമയുടെ നെക്സ്റ്റ് എപ്പിസോഡാണ് കാണാനായിട്ട് പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടിനായിട്ട് മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഹീറോയുടെ ഫ്രണ്ട് ആണെങ്കിൽ ഹീറോയിനെ പറ്റിയിട്ട് ഹീറോയോട് ചോദിക്കുന്ന സമയത്ത് അവൻ അതൊന്ന് മൈൻഡ് ചെയ്ത് നൂഡിൽസ് കഴിക്കുന്ന സമയത്ത് നിൻ്റെ ഈ ആർത്തി എന്ന് തീരും, ഇതിപ്പോൾ കുറേ ദിവസത്തിന് ശേഷം ഇത് വന്ന് കഴിക്കുന്നതുകൊണ്ടാണോ ഇങ്ങനെ കഴിക്കുന്നത് ചോദിക്കുമ്പോൾ ഇല്ലടാ ഇതിൻ്റെ ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവത്തില്ല, നീ വേണമെങ്കിൽ ഇന്ന് ഓർഡർ ചെയ്ത് കഴിച്ച് നോക്ക്, അപ്പം നിനക്ക് അറിയാമെന്ന് പറയുമ്പോൾ എനിക്കിപ്പോൾ വിശപ്പില്ല എന്ന് പറഞ്ഞിട്ട് അവനൊരു ഗ്ലാസ് വെള്ളം മാത്രം ഓർഡർ ചെയ്യുന്നുണ്ടായിരുന്നു. ശേഷം അവൻ ഇങ്ങനെ പറയുന്നുണ്ട്, എടാ എന്തോ ഒരു ഭാഗ്യത്തിലാണ് ഞാൻ ആ ബിസിനസ്മാൻ്റെ നമ്പേഴ്സും അയാളെക്കുറിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നിനക്ക് അയച്ചു തന്നത്, ഇല്ലാന്നുണ്ടെങ്കിൽ അയാൾ നേരെ നിൻ്റെ കസിനുമായിട്ട് ചേർന്നിട്ട് നമുക്കുള്ള പാര പണിയുമായിരുന്നു പറയുമ്പോൾ നമ്മുടെ ഹീറോയും അവനോട് താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട്. നന്നായിട്ടാണ് നീ അത് അയച്ചു തന്നതും, എനിക്കതുകൊണ്ടല്ലേ അയാളെ ഒഴിവാക്കാൻ പറ്റിയത്, അല്ലെങ്കിൽ പിന്നെ നീ പറഞ്ഞതുപോലെ അവളുടെ കൂടെ ചേർന്നിട്ട് എന്നെ എങ്ങനെ വാരാന്നുള്ള കേസായിരിക്കും അവൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു. ഇവർ പറഞ്ഞത് ആരെപ്പറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹീറോ ഫ്ലൈറ്റിൽ ഇങ്ങോട്ട് വന്നുകൊണ്ടിരുന്ന സമയത്ത് ഒരു ബിസിനസ്മാനെ മീറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒഴിവാക്കി വിട്ടിട്ടുണ്ടായിരുന്നില്ലേ, അയാളെ പറ്റിയിട്ടായിരുന്നു. അതിനുശേഷം പിന്നെയും ഹീറോയുടെ ഫ്രണ്ട് ആണെങ്കിൽ ഹീറോനെ പറ്റി ചോദിക്കുമ്പോഴത്തേക്കും ഇതുപോലെ ഞങ്ങൾ കോളേജിൽ ഒരുമിച്ച് പഠിച്ചതാണെന്ന് മാത്രം പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ സീൻ കട്ട് ചെയ്തിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ആകെ പുകഞ്ഞിരിപ്പുണ്ടായിരുന്നു. വേറെ ഒന്നും കൊണ്ടല്ല, ഹീറോ അവളെ ഇങ്ങനെ ഒഴിവാക്കി വിട്ടിട്ടുണ്ടായിരുന്നില്ലേ പോകാനായിട്ട് പറഞ്ഞിട്ട്. ആ വിഷമം വന്ന് ഫ്രണ്ട്സിനോട് പറയുന്നുണ്ടായിരുന്നു. അവൻ എത്ര ധൈര്യം ഉണ്ടിട്ടാ എന്നിങ്ങനെ പറഞ്ഞു വിട്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവളുടെ കൂടെ ഉണ്ടായിരുന്ന കണ്ണാടിക്കാരിയായ ഫ്രണ്ട് ഇങ്ങനെ പറയുന്നുണ്ട്, എടി നിന്നെ അവനെ കണ്ടിട്ട് മനസ്സിലായതേ ഇല്ലേ, അങ്ങനെ മനസ്സിലാവാതെയൊക്കെ ഇരിക്കുമോ, നിൻ്റെ അടയാളം വെച്ച് അവനെ തന്നെ എപ്പോഴും മനസ്സിലാവേണ്ടതാണ് ചോദിക്കുമ്പോൾ എടി ഞാൻ എന്തെങ്കിലും സർജറി ചെയ്തിട്ടാണ് ഇരിക്കുന്നത്, എൻ്റെ അടയാളം വെച്ച് അവനെ കണ്ടുപിടിക്കാനായിട്ട്, അതുകൊണ്ട് നീ കൂടുതൽ മണ്ടത്തരം ഒന്നും പറയാതെ മിണ്ടാതിരിക്കാനായിട്ട് പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെയും ഒരു ഫ്രണ്ടാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, ശരിക്കും നിങ്ങൾ എങ്ങനെയാണ് മീറ്റ് ചെയ്തത് എന്ന് പറയും. അന്നേരം നമ്മുടെ ഹീറോയിന് ഒരു ഫ്ലാഷ് ബാക്ക് പറയുന്നുണ്ടായിരുന്നു. കോളേജിൽ പഠിച്ച സമയത്ത് എനിക്കൊരു പ്രോജക്റ്റ് വർക്കിന് വേണ്ടിയിട്ട് ഒരു സീനിയറിനെ കാണുമായിരുന്നു. അയാൾക്ക് മാത്രമേ അതിനെ പറ്റിയിട്ട് അറിയാവുന്നുണ്ടായിരുന്നുള്ളൂ, പക്ഷേ അയാളുടെ പേര് മാത്രമേ എനിക്ക് അറിയാവുന്നുള്ളൂ. കണ്ടിട്ടുമില്ല, ഇങ്ങനെ ഇരിക്കുമെന്ന് പോലും എനിക്കറിയത്തില്ല. നേരെ പോയിട്ട് കണ്ണിൽ കണ്ട ഒരാളോട് ഞാൻ അതായത് ഹീറോയുടെ പേര് പറഞ്ഞിട്ടായിരുന്നു ഇതേപോലെ ഒരാൾ അറിയാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതും ചോദിച്ചത് നമ്മുടെ ഹീറോയുടെ അടുത്ത് തന്നെയായിരുന്നു. ഉടനെ ഹീറോ എഴുന്നേറ്റിട്ട് നിങ്ങൾ അന്വേഷിച്ച് വന്ന ആൾ ഞാൻ തന്നെ എന്ന് പറഞ്ഞിട്ട് കൈ എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ട് ഒരു പ്രോജക്റ്റ് വർക്ക് നന്നായിട്ട് ചെയ്ത് അവസാനിപ്പിക്കുന്നുണ്ടായിരുന്നു. ആ പ്രോജക്റ്റ് വർക്കിന് അവർക്ക് ഫസ്റ്റും കിട്ടുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഒരു സെലിബ്രേഷൻ എന്ന രീതിയിൽ നമ്മുടെ ഹീറോയുടെ അടുത്തേക്ക് പോയിട്ട് ഇതുപോലെ നൈറ്റ് നമുക്ക് ഡിന്നർ കഴിക്കാൻ പോകുമോ എന്ന് ചോദിക്കുമ്പോൾ അവൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശേഷം നമ്മുടെ ഹീറോയിനെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഹീറോ പുറകിൽ നിന്ന് നോക്കുന്നുണ്ടായിരുന്നു. ആ സമയം തൊട്ടേ അവന് നമ്മുടെ ഹീറോയിനെ ഇഷ്ടമുണ്ടായിരുന്നു. അവൾ പറയുന്ന ഫ്ലാഷ് ബാക്ക് കട്ട് ചെയ്ത് കാണിക്കുന്നത് ഇവിടെ നമ്മുടെ ഹീറോയും ഹീറോയുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് ഇതേ സെയിം ഫ്ലാഷ് ബാക്ക് തന്നെ പറയുന്നുണ്ടായിരുന്നു. അതായത് അന്നേ ദിവസം രാത്രി ഞാൻ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരുന്നത് തന്നെയാടാ, ഇതുപോലെ ഹീറോയ്ക്ക് ഹീറോയിന് ഇഷ്ടമാണല്ലോ. ഡിന്നറെല്ലാം കഴിച്ചതിന് ശേഷം അവളെ പ്രപ്പോസ് ചെയ്യാന്നുള്ള രീതിയിൽ അവൻ ജസ്റ്റ് പ്രാക്ടീസ് എന്ന രീതിയിൽ മിററിലൊക്കെ നോക്കി പ്രാക്ടീസൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അവൻ്റെ മുത്തച്ഛൻ ഇതുപോലെ പറയുന്നുണ്ടായിരുന്നു, എടാ പെട്ടെന്ന് നിൻ്റെ സാധനങ്ങളൊക്കെ പെട്ടെന്ന് പാക്ക് ചെയ്യും, 3 ദിവസം കൂടിയേ ഉള്ളൂ, അത് കഴിഞ്ഞിട്ട് നീ ജർമ്മനിയിലേക്ക് പോകണം, ഇതുപോലെ അവിടെ ഒരു കോളേജിൽ ഞാൻ നിനക്ക് അഡ്മിഷൻ എടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ 3 ദിവസത്തിനുള്ളിൽ പോകുന്ന ആൾ ഇതുപോലെ നമ്മുടെ ഹീറോയിനോട് പോയി ഇഷ്ടം പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് എന്ത് തോന്നുമെന്ന് വിചാരിച്ചിട്ട് അവൻ എന്തായാലും അന്ന് ഡിന്നർ കഴിക്കാൻ പോകുന്നുണ്ടായിരുന്നില്ല. ശേഷം ഇതുപോലെ അവൾക്ക് മെസ്സേജ് അയച്ച് പറയുന്നുണ്ടായിരുന്നു, എൻ്റെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യണം, 3 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ജർമ്മനിയിലേക്ക് പോവുകയാണ്, അവിടുത്തെ കോളേജിൽ എനിക്കൊരു അഡ്മിഷൻ മുത്തച്ഛൻ മേടിച്ച് തന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി എന്തെങ്കിലും ഒരു ദിവസം വേറൊരു ദിവസം മീറ്റ് ചെയ്യാമെന്നും ഞാൻ അവിടെ പോയിരുന്നാലും കോൺടാക്ട്സ് ഒരിക്കലും ഞാൻ വിടത്തില്ല എന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ ഫ്ലാഷ് ബാക്ക് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഹീറോയിൻ ഇങ്ങനെ പറയുന്നുണ്ട്, അങ്ങനെ അവനെ ഞാൻ ഡിന്നറെ വിളിച്ചിട്ട് അവൻ ഒന്ന് വന്ന പോലും ഇല്ലെന്ന് പറഞ്ഞ് സങ്കടം പറയുമ്പോൾ ഇവിടെ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഞാൻ ഇതുപോലെ അവൾക്ക് മെസ്സേജ് ചെയ്തിട്ട് അവളെനിക്ക് തിരിച്ച് റിപ്ലൈ തന്നില്ലടാന്ന് പറഞ്ഞിട്ട് അവനോട് സങ്കടം പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ രണ്ടുപേരും അവരവരുടെ ഫ്രണ്ട്സിനോടെല്ലാം സങ്കടം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇവിടെ ഹീറോയിൻ ആണെങ്കിൽ എനിക്കതല്ലേ മനസ്സിലാവാത്തത്, അവൻ എന്നെ എന്തുകൊണ്ടായിരിക്കും ഇതുപോലെ കുറച്ചു മുന്നേ ഒന്നും പറയാതെ എന്നോട് തിരികെ പോകാനായിട്ട് പറഞ്ഞത്, എനിക്കത് എത്ര ആലോചിച്ചിട്ട് അങ്ങോട്ട് പിടികിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇവരോടിങ്ങനെ പറയുന്നതിനോടൊപ്പം അതിൽ ഞാനതിനെ വിഷമിക്കുന്നത്, അല്ലെങ്കിൽ ഞാനും അവനും തമ്മിൽ പ്രത്യേകിച്ച് വേറെ റിലേഷൻഷിപ്പൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ വേറൊരു കാര്യം എന്നോട് പറഞ്ഞില്ല, ഇതുപോലെ എൻ്റെ പ്രോജക്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ ഇനി എൻ്റെ സാലറിക്ക് ഒത്തിരി ഒന്ന് കൂട്ടിത്തരാമെന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ സെലിബ്രേഷൻ എന്ന് പറയുന്നത് അതായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാവരും ചേർന്നിട്ട് മദ്യപിച്ചിട്ട് അടിച്ചു പൊളിക്കുന്നുണ്ടായിരുന്നു. ഹീറോയുടെ മനസ്സിൽ ഇപ്പോഴും അവൾ മെസ്സേജിന് റിപ്ലൈ തന്നില്ല എന്നുള്ളൊരു വിഷമമായിരുന്നു. ഇവിടെ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഹീറോയുടെ ഫ്രണ്ടിനെ കൂടെ ഇങ്ങനെ നടക്കാനായിട്ട് ഇറങ്ങുന്ന സമയത്തും എന്തിനായിരിക്കൂടാ അവൾ എനിക്ക് തിരിച്ച് റിപ്ലൈ ഒന്നും തരാതിരുന്ന് പറയുമ്പോൾ, എടാ നീ അവൾക്ക് മെസ്സേജ് അയച്ച കാര്യം മാത്രമല്ലേ നിനക്ക് അറിയത്തുള്ളൂ, ചിലപ്പോൾ ആ മെസ്സേജ് അവൾക്ക് അവിടെ സെൻഡ് ആയിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും അവൾ റിപ്ലൈ തരാതിരുന്നതെന്ന് പറയുന്നുണ്ടായിരുന്നു. എന്തായാലും അതെല്ലാം അവനിങ്ങനെ നൈറ്റ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നതിനോടൊപ്പം നമ്മുടെ ഹീറോയിൻ്റെ നമ്പർ ഹീറോയുടെ കയ്യിലുണ്ടായിരുന്നു. അതായത് അന്ന് കാറിൽ വന്ന് ഇടിച്ചിട്ടുണ്ടായിരുന്നില്ല, ആ സമയത്ത് ഈ ഡ്രൈവറിൻ്റെ കയ്യിൽ നമ്മുടെ ഹീറോയിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അതവൻ അടിച്ചിട്ട് ഇങ്ങനെ ഹീറോയിന് മെസ്സേജ് ചെയ്യുന്നുണ്ടായിരുന്നു.
ഹീറോയിൻ ആ സമയത്ത് വിചാരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ആ ഡ്രൈവർ കാറിന് എന്തെങ്കിലും പറ്റിയെന്ന് പറഞ്ഞിട്ട് കാശ് ചോദിക്കാനായിരിക്കും മെസ്സേജ് അയച്ചതെന്നാണ്. അതുകൊണ്ട് തന്നെ അവൾ അങ്ങോട്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ കാറിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ ശരിയാക്കി തരാനുള്ള കാശ് തരാമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഹീറോ ആണെങ്കിൽ ഇതുപോലെ ഇവനാണ്, അതായത് നമ്മുടെ ഹീറോയാണ് മെസ്സേജ് ചെയ്യുന്നതെന്നുള്ളത് ഹീറോയുടെ പേര് പറഞ്ഞ് ടൈപ്പ് ചെയ്യാനായിട്ട് വരുന്ന സമയത്ത് എന്തുകൊണ്ടോ അവനത് അയക്കാനായിട്ട് തോന്നാതെ അതുപോലെ അവൻ മെസ്സേജ് ഡിലീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, എൻ്റെ സാർ ഇതുപോലെ നല്ല മനുഷ്യനാണ്, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ നിന്ന് കാശ് മേടിക്കണ്ടെന്ന് പറഞ്ഞു എന്നൊക്കെ. ഉടനെ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ നിങ്ങളുടെ സാറിന് കോടി പുണ്യം കിട്ടും എന്നൊക്കെ പറഞ്ഞ് സാറിന് അങ്ങ് പുകഴ്ത്തി വിടുന്നുണ്ടായിരുന്നു. ഇത് വായിച്ചിട്ട് നമ്മുടെ ഹീറോ ഇവിടെ നിന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസം നമ്മുടെ ഹീറോയിൻ ഒരു ഓഫീസിലേക്ക് പോകുന്ന സമയത്ത് ഹീറോയിലെ ഫ്രണ്ട് പെൺകുട്ടിയില്ലേ, അവളിങ്ങനെ അവളോട് പറയുന്നു, എടി നിനക്കൊരു കാര്യം അറിയാവോ, നമ്മുടെ കമ്പനിയിലേക്ക് പുതുതായിട്ട് വന്ന CEO ഇല്ലേ, അയാളുടെ ക്യാബിൻ എന്ന് പറയുന്നത് മേളത്തെ ഫ്ലോറിലാണ്, അയാൾക്കാണ് എന്ത് ഗ്ലാമറാ നിനക്ക് അറിയോടി എന്ന് പറഞ്ഞിട്ട് ഹീറോയെ പറ്റിയിട്ട് ഇങ്ങനെ സംസാരിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോയിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായിരിക്കുന്ന ഒരാൾ വന്നിട്ട്, അതായത് ആ പിങ്ക് കളർ കോട്ട് ഇട്ടിരിക്കുന്ന അയാൾ വന്നിട്ട് ഇതുപോലെ പറയുന്നുണ്ട്, നമുക്ക് പുതിയൊരു പ്രോജക്റ്റ് ഇതുപോലെ ഒരു ഹോസ്പിറ്റലിലെ ഒരു CEO ഇരിക്കുന്ന ഒരാളാണെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ആ പ്രോജക്റ്റ് അപ്രൂവൽ ആയിട്ടുണ്ട്, അതിൻ്റെ പേരിൽ നമുക്ക് ഈവനിങ് ഒരു പാർട്ടി ഉണ്ട്, എല്ലാവരും ആ പാർട്ടിയിൽ പങ്കെടുക്കണമെന്ന് പറയുന്നുണ്ടായിരുന്നു. ഇതേ സമയത്ത് ഇവിടെ നമ്മുടെ ഹീറോ ആണെങ്കിൽ അവനൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, ഇതുപോലെ ഇൻവെസ്റ്റേഴ്സും ബാക്കി ബോർഡ് മെമ്പേഴ്സ് എല്ലാവരും കൂടെ ഒരു മീറ്റിംഗ്. ആ മീറ്റിങ്ങിൽ നമ്മുടെ ഹീറോയുടെ ഒരു കസിൻ പെങ്കൊച്ചില്ലേ അവളും ഉണ്ടായിരുന്നു. അവൾക്കാണെങ്കിൽ നമ്മുടെ ഹീറോയെ ഒട്ടും തന്നെ ഇഷ്ടമുണ്ടായിരുന്നില്ല. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഈ CEO പൊസിഷൻ മുത്തശ്ശന് അവനല്ലേ കൊടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോയുടെ നേരിൽ അവൾക്ക് നല്ലൊരു ദേഷ്യം ഉണ്ടായിരുന്നു. എന്തായാലും മീറ്റിംഗ് തുടങ്ങുന്നതിന് മുന്നേ നമ്മുടെ ഹീറോയിൻ ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു, ഇന്നലെ നമ്മുടെ മീറ്റിംഗ് ക്യാൻസൽ ആയതുകൊണ്ട് ഞാനൊരു പ്രോജക്റ്റ് ആവശ്യത്തിനായിട്ട് ഇതുപോലെ പോയിട്ടുണ്ടെന്നും ആ പ്രോജക്റ്റ് അപ്രൂവലായിട്ട് നമുക്കൊരു ഇൻവെസ്റ്ററിനെയും കിട്ടിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഈ ബാക്കിയിരിക്കുന്ന ബോർഡ് മെമ്പേഴ്സിന് എല്ലാവർക്കും ഒരു ചെറുതായിട്ടൊരു ദേഷ്യം വരുന്നുണ്ടായിരുന്നു. വേറൊന്നും കൊണ്ടല്ല, ആരോടും പറയാതെ നമ്മുടെ ഹീറോ ഇങ്ങനൊരു പ്രോജക്റ്റ് ആവശ്യത്തിന് പോയിട്ടുണ്ടായിരുന്നതുകൊണ്ട്. അതുകൊണ്ട് തന്നെ അതിലൊരാൾ ചോദിക്കുന്നുണ്ട്, പോകുന്നതിന് മുന്നേ ഞങ്ങളോട് കൂടി ഒന്ന് ചോദിക്കായിരുന്നില്ലേ, അതൊക്കെ പോട്ടെ, എന്താ ആ പ്രോജക്റ്റിൻ്റെ കാര്യം എന്താണെന്ന് പറയുമ്പോൾ ആ പ്രോജക്റ്റിനെ പറ്റിയിട്ട് നമ്മുടെ ഹീറോ പറയുന്നുണ്ടായിരുന്നു, അതൊരു മെഡിക്കൽ പ്രോജക്റ്റാണ്, എന്തായാലും അതൊരു 2 കൊല്ലത്തിനുള്ളിൽ എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുള്ളൊരു ആത്മവിശ്വാസമുണ്ട്, അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് നല്ലൊരു പ്രോഫിറ്റ് നമുക്ക് കിട്ടാനായിട്ട് സാധിക്കും, എൻ്റെ കഴിവിൻ്റെ പരമാവധി എടുത്ത് ഞാൻ ആ പ്രോജക്റ്റ് നല്ല രീതിയിൽ ചെയ്യുമെന്ന് അവൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ഇതേ സമയത്ത് ഈ ഹീറോയുടെ കസൻ പെൺകുട്ടിയുടെ കൂട്ടത്തിൽ കുറച്ച് വാൽമാക്രികളെ പോലെ കുറച്ച് പേരുണ്ടായിരുന്നു, അതായത് അവളുടെ സൈഡിൽ നിന്ന് സംസാരിക്കാനായിട്ടുള്ള ആൾക്കാർ. അവരൊക്കെ നമ്മുടെ ഹീറോയിനെ എതിർക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ഹീറോയുടെ സൈഡിൽ നിന്ന് സംസാരിക്കാനായിട്ട് ആകെ ഉണ്ടായിരുന്നത് ആ ഫ്ലൈറ്റിൽ വെച്ച് മീറ്റ് ചെയ്ത ആ ബിസിനസ് മാനില്ലേ അയാളായിരുന്നു. അയാൾ എന്തിനാണ് നമ്മുടെ ഹീറോയ്ക്ക് വേണ്ടി സംസാരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ഒരു കള്ളത്തരം നമ്മുടെ ഹീറോ പൊക്കിയിരുന്നല്ലോ, അതായത് ഇങ്ങനെ എന്തോ ഫ്ലാറ്റ് അങ്ങോട്ട് മേടിച്ച കാര്യം വെച്ച്. അപ്പോൾ അതെല്ലാവരോടും പറയുന്നുള്ള ഇതുകൊണ്ടായിരുന്നു അയാൾ വന്നിരുന്ന് നമ്മുടെ ഹീറോയെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്ത് തന്നെയായിരുന്നാലും നമ്മുടെ ഹീറോയുടെ ആ കസിൻ പെങ്കൊച്ചോട്ടിനെ ചോദിക്കുന്നുണ്ട്, അതൊക്കെ പോട്ടെ, ഈ 2 വർഷത്തിനുള്ളിൽ നിനക്ക് ആ പ്രോജക്റ്റ് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നീ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ CEO പദവി രാജിവെക്കുമെന്ന് പറയുമ്പോൾ അവൾക്ക് ഒരുപാട് സന്തോഷം വന്നിട്ട് എങ്കിലൊക്കെ നീ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് അവനോട് പറയുന്നുണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഫ്രണ്ട്സിനോടൊക്കെ ഇങ്ങനെ സംസാരിച്ചിരിക്കുന്ന സമയത്ത് അവൾക്കൊരു ബൊക്കെ ഇങ്ങനെ ഗിഫ്റ്റായിട്ട് ഒരാൾ കൊടുത്തു വിടുന്നുണ്ടായിരുന്നു. അത് വേറെ ആരുമല്ല, ആ ഹോസ്പിറ്റലിൽ CEO ആയിരിക്കുന്ന ആളില്ലേ അവനായിരുന്നു നമ്മുടെ ഹീറോയ്ക്ക് ഗിഫ്റ്റ് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നത്. ഉടനെ നമ്മുടെ ഹീറോയിന് ഈ ഓഫീസിൽ തന്നെ പാര പണിയുന്ന ഒരു ബുദ്ധിജീവി ഉണ്ടായിരുന്നു. അവൻ വന്നിട്ട്, അല്ല നിനക്ക് ഈ ബൊക്ക കൊടുത്തുവിടാനുള്ള ബന്ധം അയാളുമായിട്ട് എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് ഇവൾ ഒരുപാട് ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതേ സമയത്ത് തന്നെ അവിടേക്ക് ആ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡും ഒരു മാനേജറായിട്ടുള്ള ഒരാൾ വരുന്നുണ്ടായിരുന്നു. വന്നിട്ട് നിനക്ക് ഇയാളെ എങ്ങനെ അറിയാം, ഇയാളെ മുന്നിൽ പരിചയമുണ്ടെങ്കിൽ മാത്രമല്ല ഇയാൾ നിനക്ക് വേണ്ടി ഗിഫ്റ്റൊക്കെ അയക്കത്തുള്ളൂ എന്ന് പറയുമ്പോൾ അവളിങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഇന്നലെ ഇതുപോലെ നമ്മുടെ ഹീറോയുടെ റിലേറ്റീവ് പെൺകുട്ടി അവരുമായിട്ടുള്ളൊരു മീറ്റിങ്ങിന്, അതായത് പ്രോജക്റ്റിനെ കുറിച്ച് സംസാരിക്കാനായിട്ട് എന്നൊരു സ്ഥലത്തേക്ക് ഡിന്നർ കഴിക്കാനായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ പോയപ്പോഴാണ് അയാളെ മീറ്റ് ചെയ്യുന്നത് പറയുന്നുണ്ടായിരുന്നു. ഉടനെ ഈ മാനേജറാണെങ്കിൽ നമ്മുടെ ഹീറോയിനെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡിനും അടുത്ത് ഇങ്ങനെ പിടിച്ചിട്ട് കൊടുക്കുമായിരുന്നു. നിങ്ങൾ കണ്ടോ, നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടി ഇതുപോലെ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളെ കാണാൻ പോയത് നിങ്ങൾ കണ്ടോ, നിങ്ങളിതൊന്നും അറിയാതിരുന്നോ എന്ന് പറഞ്ഞിട്ട് അയാൾ അങ്ങനെ പോകുന്നുണ്ടായിരുന്നു. ഹീറോയിൻ ആ സമയത്ത് വല്ലാണ്ടാകുന്നുണ്ടായിരുന്നു. ദൈവമേ, ഞാൻ ഈ പറയാതെ പോയതൊരു വലിയ തെറ്റ് തന്നെയാണ്, അയാൾ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കുമെന്ന് പറഞ്ഞിട്ട് അവൾക്ക് വല്ലാതെ തോന്നുന്നുണ്ടായിരുന്നു. എന്ത് തന്നെയായിരുന്നാലും അയാളെ കണ്ടെന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് അവൾ നേരെ ആ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡിനെ കാണാനായിട്ട് പോകുന്നുണ്ടായിരുന്നു. അവിടെ പോയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, സാർ വേറെ ഒന്നുമല്ല, ഞാൻ ശരിക്കും പോയത് ഇതുപോലെ ഹീറോയുടെ റിലേറ്റീവ് പെൺകുട്ടി എന്നെ വിളിച്ചിട്ട് തന്നെയാണ്, പെട്ടെന്നായതുകൊണ്ട് എനിക്ക് സാറിനോടൊന്നും പറയാനായിട്ട് പറ്റിയില്ല, അല്ലാതെ വേറൊന്നും എന്നെക്കുറിച്ച് ചിന്തിക്കരുത്, സോറി സാറെന്ന് പറയുമ്പോൾ, അയ്യോ അതിന് തന്നെ ഇപ്പോൾ സോറിയൊക്കെ പറയുന്നത്, ആ പ്രോജക്റ്റ് നീ ഉണ്ടാക്കിയത് തന്നെയാണ്, അപ്പോൾ അതിനെപ്പറ്റിയിട്ട് സംസാരിക്കാനായിട്ട് നിന്നെ കൊണ്ട് മാത്രമേ സാധിക്കത്തുള്ളൂ, നിൻ്റെ കഴിവ് കൊണ്ടിട്ടാണ് ഇപ്പം നമുക്ക് ഈ പ്രോജക്റ്റിന് അപ്രൂവൽ ആക്കിയൊക്കെ കിട്ടിയിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ എനിക്കതിലൊരു പ്രോബ്ലവും ഇല്ല, പിന്നെ നീ എൻ്റെ ഈ കഴിവ് കൊണ്ട് ഇപ്പോൾ സാലറി കുറച്ച് കൂട്ടി തരുന്നുണ്ട്, പിന്നെ അതിനുപരിയായിട്ട് കുറച്ച് ബോണസൊക്കെ നിനക്ക് തരാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പറഞ്ഞിട്ട് ഇക്കാര്യം പുറത്ത് വേറെ ആരും അറിയണ്ട, നമ്മൾ തമ്മിൽ മാത്രം രഹസ്യമായിട്ട് ടിക്കറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഹീറോന് വലിയൊരു സന്തോഷമായിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു.
ഇപ്പം നമ്മുടെ ഹീറോയുടെ കസിൻ പെങ്കൊച്ചാണെങ്കിൽ ഇവൾക്ക് സപ്പോർട്ടീവായിട്ടുള്ള ഒരു ബോർഡ് മെമ്പറിനെ പിടിച്ചെടുത്തിട്ട് നമ്മുടെ ഹീറോയുടെ കുറ്റമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അന്നേരം അയാൾ പറയുന്നുണ്ട്, എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടാത്തൊരു കാര്യമാണ്, ഇന്നലെ വരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഹാൻ എങ്ങനെയാണ് അവൻ്റെ കൂടെ ചേർന്നത് എന്നാണ്. അതായത് ആ ഫ്ലൈറ്റിലുണ്ടായിരുന്ന ബിസിനസ് മാനെ കുറിച്ചിട്ടായിരുന്നു ഇവർ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് ഈ കസിൻ പെങ്കൊച്ച് പറയുന്നുണ്ട്, അതിനിത്ര ആലോചിക്കാൻ എന്താ ഇരിക്കുന്നത്, ഇത്രയൊക്കെ ചെയ്യുമെങ്കിൽ നമ്മുടെ കൂടെയുള്ള ആൾക്കാരെ അവൻ്റെ സൈഡിലേക്ക് ആക്കാനും അവൻ അധിക സമയമൊന്നും വേണ്ട, അവൻ്റെ അഹങ്കാരത്തിന് എനിക്ക് എങ്ങനെയെങ്കിലും ഒരു പണി കൊടുത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ഹീറോ ആണെങ്കിൽ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ ശേഷം ഇങ്ങനെ പോകുന്ന സമയത്ത് ഈ വഴിയോരത്ത് കണ്ട ഒരു പൂച്ചക്കുട്ടിക്ക് ഫുഡൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. നമ്മുടെ ഹീറോയിനും കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത് അവൾക്ക് പൂച്ചക്കുട്ടികളെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ ഒരു ദിവസം വഴിയിൽ വെച്ചിട്ട് ഒരു പൂച്ചക്കുട്ടിയെ കാണുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഹീറോയോട് ചോദിക്കുന്നുണ്ട്, എടാ നിൻ്റെ കയ്യിൽ കാശുണ്ടോ, നമുക്കെങ്കിൽ ഈ പൂച്ചക്കുട്ടിക്ക് ഒരു ഫുഡ് മേടിച്ച് കൊടുക്കാമെന്ന് പറയുമ്പോൾ അവൻ കാശ് കൊടുക്കുന്നുണ്ടായിരുന്നു. ശേഷം ആ പൂച്ചക്കുട്ടിക്ക് ഒരു പേര് ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അന്ന് മുതലേ നമ്മുടെ ഹീറോയിന് ഇങ്ങനെ പൂച്ചക്കുട്ടികളെ ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് തന്നെ ഇപ്പോൾ അതിൻ്റെ ഓർമ്മയ്ക്കെന്നോണം നമ്മുടെ ഹീറോയും വഴിയിലേക്ക് ഇങ്ങനെ പൂച്ചക്കുട്ടികളെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുങ്ങൾക്ക് ഇങ്ങനെ ഫുഡൊക്കെ ഇട്ട് കൊടുക്കുമായിരുന്നു. ഇങ്ങനെ ഫുഡ് ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് നമ്മുടെ ഹീറോയുടെ കണ്ണാടിക്കാരൻ ഫ്രണ്ടും വരുന്നുണ്ടായിരുന്നു. എടാ മീറ്റിങ്ങിലെ നന്നായിട്ട് കഴിഞ്ഞു അല്ലേ, എന്തായാലും നിൻ്റെ പുറകെ തന്നെ കസിൻ പെങ്കൊച്ചുണ്ടല്ലോ എന്നുള്ള കാര്യം നീ ഓർത്തിരിക്കണം, അവൾ നമ്മുടെ മുന്നോട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒരു പാരയായിട്ട് വരാൻ ചാൻസ് ഉണ്ടെന്ന് പറയുമ്പോൾ ഹീറോ പറയുന്നുണ്ട്, ഇപ്പോൾ പുതിയതായിട്ട് വന്ന ഈ പ്രോജക്റ്റ്, അതായത് നമ്മുടെ ഹീറോയിൻ്റെ കമ്പനിയായിട്ട് ചേർന്ന് നടത്തുന്ന ഈ പ്രോജക്റ്റ് എങ്ങനെ പോയിരുന്നിരുന്നാലും 2 വർഷത്തിനുള്ളിൽ ഞാൻ നല്ല സെറ്റാക്കുമെന്ന് പറയുമ്പോൾ കണ്ണാടിക്കാരെ ഫ്രണ്ട് പറയുന്നുണ്ട്, അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഇപ്പം നീ ഇതെന്താ ഈ പൂച്ചക്കുട്ടിക്ക് ഇവിടെയും വന്നിട്ട് ഇങ്ങനെ ഫുഡ് ഇട്ടുകൊണ്ടിരിക്കുന്നത്, ജർമ്മനിയിലായിരുന്നപ്പോഴും ഫുഡ് ഇട്ട് കൊടുക്കുന്നു, ഇവിടെ വന്നപ്പോഴും ഫുഡ് ഇട്ട് കൊടുക്കുന്നു, ശരിക്കും സത്യം പറയേ ഈ പൂച്ചക്കുട്ടികളെ അവൾക്ക് ഇഷ്ടമായതുകൊണ്ടല്ലേ നീ ഇതുങ്ങളെങ്ങനെ ഇങ്ങനെ നോക്കുന്നതെന്ന് പറയുമ്പോൾ നീ ഒന്ന് മിണ്ടാതിരിക്കുന്നത്, എന്നിട്ട് നിന്നിട്ട് ജോലി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യും, ചുമ്മാ വളവളാന്ന് കിടന്ന് അലച്ചുകൊണ്ടിരിക്കുമെന്ന് പറഞ്ഞിട്ട് ഹീറോ അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ സീൻ കട്ട് ചെയ്ത നമ്മുടെ ഹീറോയിൻ്റെ ലവറിൻ്റെ എൻട്രി ആയിരുന്നു. അവനിങ്ങനെ നമ്മുടെ ഹീറോയിനെ വീഡിയോ കോൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഹലോ ഹായ് എന്നൊക്കെ പറയുമ്പോൾ ഹീറോയിൻ അവളുടെ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. നിനക്ക് ഒരു കാര്യം അറിയാമോ, ഇതുപോലെ എൻ്റെ ബോസ് എനിക്ക് പ്രൊമോഷന് വേണ്ടിയുള്ള കാര്യങ്ങളെപ്പറ്റി സംസാരിക്കാമെന്നും മാത്രമല്ല എനിക്ക് ബോണസ് തരാമെന്നും സാലറിക്ക് കൂട്ടിത്തരാമെന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് ആ ഫ്ലാറ്റ് മേടിക്കാനായിട്ട് പറ്റുമെന്ന് പറഞ്ഞിട്ട് അവളുടെ സന്തോഷമെല്ലാം അവനോട് പറയുന്നുണ്ടായിരുന്നു. ആ സമയത്ത് അവൻ ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ്റെ അമ്മ ഇതുപോലെ കോൾ ചെയ്യുന്നുണ്ട്, നമുക്ക് പിന്നെ സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. തിരികെ വീട്ടിലേക്ക് വരുന്ന നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഇതുപോലെ പ്രൊമോഷനൊക്കെ കൊടുക്കാമെന്നും ബോണസൊക്കെ കൂട്ടി കൊടുക്കാമെന്ന് പറഞ്ഞ സന്തോഷത്തിൽ ഫ്രണ്ട്സിനോടെല്ലാം ഇത് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഇതുപോലെ ഈവനിങ് ഒരു പാർട്ടി നടക്കുന്നുണ്ടെന്ന് അവളുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് നേരത്തെ ഓഫീസിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതിന് പോകാനായിട്ട് ഈ ഫ്രണ്ട്സ് 2 പേരും കൂടെ ചേർന്നിട്ട് ഇവളൊരു ബ്ലാക്ക് കളർ ഡ്രസ്സ് ഇടിയിപ്പിച്ച് സുന്ദരി കുട്ടിയാക്കിയിട്ട് ആ പാർട്ടിയിലേക്ക് പറഞ്ഞു വിടുന്നുണ്ടായിരുന്നു. അവളൊരു ബ്ലാക്ക് കളർ ഡ്രസ്സൊക്കെ ഇട്ടിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അവിടെ പോകുമ്പോൾ അവളുടെ ഫ്രണ്ട് പെൺകുട്ടി അവിടെ ഉണ്ടായിരുന്നു, അതായത് ഓഫീസിലെ ഫ്രണ്ട് പെൺകുട്ടി. അവൾ വന്ന ഉടനെ പറയുന്നുണ്ട്, എടി ഇവിടെ ഒരുപാട് വലിയ വലിയ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്, ഇതുപോലെ ഇൻവെസ്റ്റേഴ്സും കമ്പനി ബോർഡിൻ്റെ മെമ്പേഴ്സും മാത്രമല്ല അവിടേക്ക് നമ്മുടെ CEO വരുന്നുണ്ട്, അതായത് നമ്മുടെ ഹീറോയും വരുന്നുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയും ആ റിലേറ്റീവ് പെൺകുട്ടിയില്ലേ അവൾ നമ്മുടെ ഹീറോയുടെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ നടന്ന് വരുന്നുണ്ടായിരുന്നു. ഇവർ വരുന്ന കാണുമ്പോൾ എല്ലാവരുടെ ശ്രദ്ധയും അവരിലേക്കായിരുന്നു. നേരെ നമ്മുടെ ഹീറോ വന്നിട്ട് ഈ പ്രോജക്റ്റിനെ പറ്റിയിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ 10 വർഷത്തെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ഇതുപോലൊരു പ്രോജക്റ്റ് ചെയ്യണമെന്നുള്ളത്, അതിപ്പോൾ എനിക്ക് സാധിച്ചത് കൊണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. 10 വർഷങ്ങൾക്ക് മുന്നേയും ഞാൻ ഇവളോട് ഇക്കാര്യം ഇതുപോലൊരു പ്രോജക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ 2 വർഷം കൊണ്ട് ഇത് ഞാൻ നന്നായിട്ട് ചെയ്യുമെന്ന് പറയുന്നുണ്ടായിരുന്നു. ശേഷം ഈ പെൺകുട്ടി സംസാരിക്കുന്നുണ്ടായിരുന്നു, അതായത് ആ റിലേറ്റീവ് പെൺകുട്ടി, ഇവൻ്റെ ഒരു 10 വർഷത്തിന് മുന്നേ ഉള്ളൊരു വലിയ ആഗ്രഹമായിരുന്നു ഇപ്പോൾ നടക്കാനായിട്ട് പോകുന്നത്, എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇതേ ടൈമിൽ ഹീറോയിൻ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഓഹോ അപ്പോൾ ഇവർ 10 വർഷം മുന്നേ ഉള്ള ഫ്രണ്ട്സാണ്, എന്തോ ആയിക്കോട്ടെ അവർ തമ്മിൽ ഒന്നുമില്ലാതിരാ നന്നായി എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ വെറുക്കുന്നുണ്ടായിരുന്നു. ഇതേ സമയത്ത് തന്നെ ഇവർ 2 പേരും നിൽക്കുന്നത് കാണുമ്പോൾ അവിടെ നിന്നിട്ട് ഒരാളിങ്ങനെ വിളിച്ച് പറയുന്നുണ്ട്, നിങ്ങൾ തമ്മിൽ നല്ല മാച്ചാന്നൊക്കെ പറഞ്ഞിട്ട്. ഹീറോയും അത് ദേഷ്യം വരുന്നുണ്ടായിരുന്നെങ്കിൽ വലിയ കാര്യമൊക്കെ ഉണ്ടായിരുന്നില്ല. ശേഷം നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഇങ്ങനെ പേസ്ട്രി ഒന്ന് കഴിക്കാനായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് അവിടേക്ക് ഈ ഹോസ്പിറ്റലിലെ CEO ഇല്ലേ അയാൾ വന്നിട്ട് നമ്മുടെ ഹീറോയിനോട് പഞ്ചാര അടിക്കുന്നുണ്ടായിരുന്നു. ഇതേ സമയത്ത് തന്നെ ഹീറോ ഇത് കണ്ടിട്ട് ഹീറോയും ആ റിലേറ്റീവ് പെൺകുട്ടിയും കൂടെ അവിടേക്ക് വരുന്നുണ്ട്. ഉടനെ ഇയാളാണെങ്കിൽ പിന്നെയും വിടാതെ ഹീറോയിനെടുത്ത് വളവളാന്ന് കിടന്ന് അലക്കുന്നത് കേൾക്കുമ്പോൾ ഹീറോയിനാണെങ്കിൽ അത് വല്ലാണ്ടാകുന്നുണ്ടായിരുന്നു. മാത്രമല്ല നമ്മുടെ ഹീറോയിനോട് മദ്യപിക്കാൻ പറഞ്ഞിട്ട് അയാളെ നിർബന്ധിച്ചുകൊണ്ടേ ഇരിക്കുമായിരുന്നു. ഉടനെ ഹീറോയിൻ നിങ്ങൾ വലിയവർ തമ്മിൽ സംസാരിക്കുക, ഞാൻ അങ്ങോട്ട് മാറി നിൽക്കാമെന്ന് പറഞ്ഞിട്ട് നൈസായിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. ശേഷം അയാൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ റിലേറ്റീവ് പെൺകുട്ടി അയാളോട് സംസാരിക്കാനായിട്ട് പോകുന്നുണ്ടായിരുന്നു. ആ ടൈം നോക്കിയിട്ടല്ല ഹീറോയ്ക്ക് അവിടെ നിന്നിട്ട് കുറേ സമയം നിൽക്കുന്നത് കാരണം ഒന്ന് പുറത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് കുറേ റോബോട്ട്സിൻ്റെയൊക്കെ സെറ്റാക്കിയിട്ട് ഇങ്ങനെ അവിടെ എവിടെയായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ റോബോട്ടിനെ കാണുമ്പോഴത്തേക്കും ഹീറോയിൻ നേരെ അങ്ങോട്ടേക്ക് പോയിട്ട് ഇത് എന്ത് രീതിയിലുള്ള ഈ റോബോട്ടാന്ന് പറഞ്ഞിട്ട് നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് അത് നമ്മുടെ ഹീറോ കാണുന്നുണ്ടായിരുന്നു. അവൻ നേരെ അവളുടെ അടുത്തേക്ക് പോയിട്ട് എന്ത് പറ്റി, നിനക്ക് അകത്തുള്ള പാർട്ടിയൊന്നും ഇഷ്ടപ്പെടുന്നില്ലേ, അതുകൊണ്ടാണ് ഇങ്ങനെ പുറത്തിറങ്ങി നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ല, എന്ത് പറ്റി, നിങ്ങൾക്ക് അകത്ത് പാർട്ടിയൊന്നും ഇഷ്ടപ്പെട്ടില്ലേ, അതുകൊണ്ടാണോ പുറത്തിറങ്ങിയെന്ന് അവൾ അവനോട് ചോദിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് അവനിങ്ങനെ അവളോട് എന്തോ ഒരു കാര്യം പറയാനായിട്ട് വരുന്ന ടൈമിൽ ആ റിലേറ്റീവ് പെൺകുട്ടി വന്നിട്ട് നീ അകത്തേക്ക് വാ, അകത്ത് ഗെയിമൊക്കെ നടക്കുന്നത് കണ്ടില്ലെന്ന് പറഞ്ഞിട്ട് ഹീറോയും കൂടിയിട്ട് പോകുന്നുണ്ടായിരുന്നു.
ആ സമയത്ത് ഹീറോയിൻ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, കുഴപ്പമില്ല, അവനെന്നെ ചെറുതായിട്ട് ഓർമ്മയുണ്ടെന്ന് തോന്നുന്നു, അതുകൊണ്ടല്ലേ ഇപ്പോൾ വന്ന് സംസാരിച്ചത്, ഇനി നമുക്ക് അങ്ങോട്ട് നോക്കാമെന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ ഹീറോയിൻ്റെ ഓഫീസിലെ ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡും മാനേജറും തമ്മിൽ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അന്നേരം ഈ മാനേജർ വന്നിട്ട് ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായിരിക്കുന്ന അയാളോട് വന്ന് പറയുന്നുണ്ട്, ഇത് ഇങ്ങോട്ട് നോക്കിയേ, ഇപ്പം നിങ്ങളോട് ആരോടും ഒന്നും പറയാതെ അവൾ ഹോസ്പിറ്റലിലെ സിഇഒയെ കാണാനായിട്ട് പോയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് പോകെ അവൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുമെന്ന് ആർക്കറിയാം, ചിലപ്പോൾ നിങ്ങളുടെ ഈ സ്ഥാനം വരെ തട്ടിയെടുക്കാനായിട്ട് അവൾ ശ്രമിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനെ കുറിച്ച് ഒരുപാട് പറയുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇയാളാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് പോയിട്ട് ഇതുപോലെ അവൾക്ക് പ്രൊമോഷൻ കൊടുക്കാം, ബോണസ് കൂട്ടി കൊടുക്കാം, സാലറി കൂട്ടി കൊടുക്കാം എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇങ്ങനെ മാനേജർ പറയുന്നത് കേട്ടിട്ട്, നീ എന്നെയാണോ പഠിപ്പിക്കാനായിട്ട് വരുന്നത്, എത്രയൊക്കെ തന്നെയായിരുന്നിരുന്നാലും ഞാൻ അവൾക്ക് പ്രൊമോഷൻ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അവൾക്ക് വെക്കാൻ പോകുന്ന പണി എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. ഇത് പാവം നമ്മുടെ ഹീറോയിൻ പുറത്ത് നിന്ന് കേൾക്കുന്നുണ്ട്. അവൾക്ക് ഒരുപാട് സങ്കടം വരുന്നുണ്ടായിരുന്നു. തൻ്റെ ബോയ് ഫ്രണ്ടുമായിട്ട് ചേർന്നിട്ട് അവൾ ഒരു മനക്കോട്ട തന്നെ കെട്ടിയിട്ടുണ്ടായിരുന്നു, ഒരു ഫ്ലാറ്റൊക്കെ മേടിക്കാമെന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് തന്നെ അവൾക്ക് ഒരുപാട് സങ്കടം വന്നിട്ട് അവിടെ നിന്നിങ്ങനെ പോകാനായിട്ട് നിൽക്കുന്ന സമയത്ത് ഇതുപോലെ ആ മാനേജർ വന്നിട്ട് ഇവളോട് പറയുന്നുണ്ട്, നീ ഇത് എവിടേക്ക് പോവാം, പാർട്ടി എൻ്റെ ഇഷ്ടപ്പെട്ടില്ലേ, ഞാൻ കുറച്ച് ദിവസം കൊണ്ട് നിന്നോടൊരു കാര്യം പറയണമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു, വേറൊന്നുമല്ല, നീ നല്ല കഴിവുള്ള ഒരു പെൺകുട്ടിയാണ്, അതുകൊണ്ട് തന്നെ നീ ഇപ്പോൾ അവൻ്റെ കീഴിൽ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരുന്നെന്ന് പറഞ്ഞ് നിനക്ക് അർഹതപ്പെട്ട കാശൊന്നും ഒരിക്കലും നിനക്ക് കിട്ടത്തില്ല, അതുകൊണ്ട് നീ ആരോടും പറയാതെ ഞങ്ങളുടെ ടീമിലേക്ക് വാന്ന് പറഞ്ഞിട്ട് ഹീറോയിനോട് പറയുന്നുണ്ടായിരുന്നു. ഹീറോയിന് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അവൾ പെട്ടെന്ന് അവിടെ നിന്ന് പോകാനായിട്ട് നിൽക്കുന്ന സമയത്ത്, നീ ഇത് എവിടെ പോവാ, പാർട്ടി കഴിഞ്ഞില്ലല്ലോ, അതിന് നീ അകത്തേക്ക് നമുക്ക് അകത്ത് നടക്കുന്ന ഗെയിമൊക്കെ ഒന്ന് കളിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ്റെ കയ്യിൽ പിടിച്ചിങ്ങനെ വലിക്കുന്ന സമയത്ത് അവൾ പെട്ടെന്ന് ആ കൈ അങ്ങ് വിടുന്നുണ്ടായിരുന്നു. പിന്നെ അയാൾ ഹീറോയിനോട് വാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയുടെ ബാക്കിൽ ഒരു അടി കൊടുക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് അയാൾ അവിടെ നിന്ന് പോകാനായിട്ട് നിൽക്കുന്ന സമയത്ത് ഹീറോയിന് നല്ല ദേഷ്യം വന്നിട്ട്, നിനക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ടാണ് എൻ്റെ ബാക്ക് സൈഡിൽ ഇങ്ങനെ അടിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അയാളോട് ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു. ഉടനെ അയാൾ, ആരാ ഇവിടെ ഇപ്പോൾ തെറ്റ് ചെയ്യുന്നുള്ളത് എല്ലാവർക്കും നന്നായിട്ട് അറിയാം, മറ്റുള്ളവരെ വശീകരിക്കുന്ന രീതിയിലുള്ള ഡ്രസ്സ് ഇട്ടിട്ട് വന്നിട്ട് നീ അല്ലേടി എന്നെ വശീകരിക്കാൻ നോക്കുന്നെന്ന് പറഞ്ഞിട്ട് ഹീറോയിനെ തള്ളി വിട്ടിട്ട് അലറി ഇങ്ങനെ കടന്ന് പറയുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് എല്ലാവരും അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പോരാഞ്ഞിട്ട് നമ്മുടെ ഹീറോയും അവിടേക്ക് വരുന്നുണ്ടായിരുന്നു. നിന്നെപ്പോലുള്ളവന്മാർ പണത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാനായിട്ട് മടിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാവരുടെ മുന്നിൽ വെച്ചിട്ട് നമ്മുടെ ഹീറോയിനെ പറയുന്നുണ്ടായിരുന്നു. അവൾക്കത് ഭയങ്കര സങ്കടം വരുന്നുണ്ടായിരുന്നു. അതോടുകൂടെ ഈ എപ്പിസോഡ് കഴിയുവാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് കാണാം. ടാറ്റാ.